ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമാകാം. 4-ഉം അതിലധികവും മക്കളുള്ള 250ഓളം കുടുംബങ്ങളാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്നുചേർന്നത്. സന്താന പുഷ്ടിയുടെ സന്തോഷവും ഐശ്വര്യവും ലോകത്തിന് പങ്കുവയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എൻ്റെ പേര് ആന്റണി പാലിമറ്റ എന്നാണ്. ഞാൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ സമിതിയുടെ പ്രസിഡൻ്റാണ്. സെൻട്രൽ സമിതിയുടെ പ്രോ ലൈഫ് സെല്ലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ നടക്കുന്ന ബിഗ് ഫാമിലി റിട്രീറ്റ് എന്ന ഈ സംഭവം നടക്കുക. കേരളത്തിലെ 30ഓളം സഭാ വിഭാഗങ്ങൾ ചേർന്ന് ഒരു എക്യുമെനിക്കൽ മൂവ്മെൻ്റായിട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. 2019 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം വലിയ കുടുംബങ്ങളെ ആദരിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് ലഭിക്കേണ്ടതായ സപ്പോർട്ടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ മൈനോറിറ്റി വിഭാഗം എന്ന നിലയിൽ ക്രൈസ്തവർക്ക് കിട്ടേണ്ട എല്ലാ മേഖലയിലും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. വ്യത്യസ്ത ഒരു 16ഓളം സെല്ലുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സെല്ലുകളുടെ നേതൃത്വത്തിൽ ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ മൈനോറിറ്റി എന്ന നിലയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന്, വിവിധ ഗവൺമെൻറ്റുകളിൽ നിന്ന്, കേരള ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രോ ലൈഫ് സെല്ലിൻ്റെ, ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രോ ലൈഫ് സെല്ലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ നടക്കുന്ന ബിഗ് ഫാമിലി റിട്രീറ്റ് നടക്കുക. വലിയ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖ വ്യക്തികൾ സംഗമത്തിൽ പങ്കെടുത്ത് കുടുംബങ്ങളുമായി സംവദിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗത്തിലെ ഒട്ടേറെ കുടുംബങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സന്താനോൽപാദനം വേണ്ട നിലപാട് വംശനാശത്തിൽ കലാശിക്കുമെന്നത് വൈകിയെങ്കിലും കണ്ടറിഞ്ഞിരുത്തിയ പാഴ്സി സമൂഹം സാർവലൗകിക മാതൃകയാവുകയാണെന്ന് ജനറൽ കൺവീനർ സണ്ണി സെബാസ്റ്റ്യൻ കാട്ടൂക്കാരൻ പറഞ്ഞു. ജനസംഖ്യ ചുരുക്കം മൂലം കേരളത്തിൽ നമുക്ക് കാര്യമായ തകരാറുകളൊക്കെ സംഭവിച്ചു. കൂലിച്ചെലവ് കൂടി, കൃഷിയെല്ലാം ഇട്ടേച്ച് ഓടേണ്ട ഒരു ഗതികേടിലായി. കാരണം കുഞ്ഞുങ്ങളാണല്ലോ ഭാവിയിലെ തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരായി മാറേണ്ടത്. കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാർ കുറയും. ഒപ്പം തന്നെ അപ്പോൾ ആ ഒരു കുറവ് വിലക്കയറ്റത്തെ എത്തിക്കും. അതായത് കൂലിച്ചെലവ് കൂടുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കും. അങ്ങനെ വിലക്കയറ്റം വരും. ഒപ്പം തന്നെ നമുക്ക് കുഞ്ഞുങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ വിപണിയാണ് തകരുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം വിപണിയിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖല വാങ്ങിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഉൽപ്പന്നം വാങ്ങിക്കണമെങ്കിൽ ഒരു മൃഗങ്ങൾക്കോ ഒന്നിനും നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ തന്നെ വേണം. നിങ്ങളുടെ സേവനം ചോദിക്കാൻ മനുഷ്യൻ തന്നെ വേണം. ടീച്ചറിന് ജോലി വേണമെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ വേണം. ഈ രാഷ്ട്രീയമായിട്ട് ഒരു ഇംബാലൻസ്ഡ് ആയിപ്പോയ ഇന്നത്തെ അവസ്ഥ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം. അതായത് മനുഷ്യൻ തന്നെ വേണം. ഇതിൽ നിന്നെല്ലാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരോഗ്യത്തിലെ ഏറ്റവും തകർച്ച നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് റേഷൻ കടകളിലും 10 മടങ്ങ് കൂടുതലാണ് നമുക്കിവിടെ മരുന്ന് കടകൾ. ഈ ഒരു അവസ്ഥ ഇനി ഒരു 10 കൊല്ലം കൂടി പോവുകയാണെങ്കിൽ കേരളത്തിൽ വലിയ കലാപങ്ങൾ വരെ ഉണ്ടാവുന്നതാണ് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജീർണതാവസ്ഥയിൽ നിന്ന് കേരളത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രകൃതിദത്തമായ ആ ദൈവിക ചിന്ത, ആ ദൈവത്തിൻ്റെ ആദ്യത്തെ നിയമം നമ്മൾ പ്രാബല്യത്തിലാക്കണം. എവിടെയോ എന്തോ ഒരു തെറ്റുപറ്റി, കുഞ്ഞുങ്ങൾ കുറയുന്നതാണ് നല്ലതെന്ന് പണ്ടാരോ പറഞ്ഞു, നമ്മൾ ഫോളോ ചെയ്തു. ഇപ്പം നമുക്കതിൻ്റെ എല്ലാ മേഖലയിലും എവിടെയെല്ലാം നമുക്ക് അതിൻ്റെ തകർച്ചകൾ അനുഭവിച്ചു വരികയാണ്. സാമൂഹികമായും തകർച്ചയാണ്. സാമൂഹികമായി തകർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനസംഖ്യയുടെ അനുപാതം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ അതിൻ്റെ അനുപാതം കൂടുമല്ലോ. അപ്പോൾ സാമൂഹികമായിട്ടും വലിയ തകർച്ച. അപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ നാട് വിട്ടു പോകാനുള്ള അടിസ്ഥാന കാരണമാണ് ഈ സാമൂഹിക തകർച്ച, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ മേലെ തകർച്ച, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ കാരണവും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വലിയ തകർച്ചയെ ക്ഷണിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നതാണ് ഈ ഫാമിലി പ്ലാനിങ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 1 കിലോ അരിക്ക് 1 രൂപ ഇരുന്നപ്പോഴാണ് ഫാമിലി പ്ലാനിങ്കാർ ഇറങ്ങിയത്.
ആ സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താമെന്ന്. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റിയോ? അന്ന് 1 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന അരി, അതായത് നമ്മുടെ 1 രൂപയുടെ വാങ്ങൽ ശേഷി 1000 ഗ്രാം അരി ആയിരുന്നെങ്കിൽ ഇന്ന് ആ 1 രൂപയുടെ വാങ്ങൽ ശേഷി 20 ഗ്രാം കഷ്ടി മുഷ്ടിയെ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വലിയൊരു തെറ്റ് പറ്റി. ആ തെറ്റിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റുവാൻ വേണ്ടി ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ച് തിരിച്ചു വരുന്ന ഒരു റോഡാണ് ബിഗ് ഫാമിലി റിട്രീറ്റ്. വലിയ കുടുംബങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കെട്ടുറപ്പിനും ഉയർച്ചയ്ക്കും വഴിയൊരുക്കുന്ന പദ്ധതികൾ സമ്മേളനം ആവിഷ്കരിക്കുന്നുണ്ട്. വലിയ കുടുംബങ്ങൾ നൽകുന്ന മേന്മകളും മികവുകളും നേരിടുന്ന വെല്ലുവിളികളും ക്രിയാത്മകമായി ചർച്ച ചെയ്യപ്പെടുന്ന ശില്പശാലകളും വിദഗ്ധർ നയിക്കുന്ന പാനൽ സെഷനുകളും കുടുംബ സംഗമവേദിയെ പരിപുഷ്ടമാക്കി. വലിയ കുടുംബങ്ങൾക്ക് വരുമാന സ്രോതസ് കണ്ടെത്താനുള്ള ലളിതമായ നൂതന മാർഗങ്ങളും സർക്കാർ തലത്തിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളുടെ വിശദീകരണവും ഇതോടൊപ്പം സംഘടന പങ്കുവച്ചു. നാളെ സമ്മേളനം സമാപിക്കും. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ സർവസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം പൂജ്യമേ, ദ്യോവിധിന്യാത്രയിൽ എൻ്റെ ദിവ്യപാദയമേ.